വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ വീട്ടുകാരൊക്കെ തനിക്ക് വോട്ട് ചെയ്യും എന്നുള്ള ഒരു ധാരണ. സ്ത്രീകൾക്കിടയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവരിൽ ഒരാളായി അവരോടൊപ്പം നിന്നു കഴിഞ്ഞാൽ അവരൊക്കെ തനിക്ക് വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷ. അത് മാത്രമല്ല, താനൊരു നടനായതുകൊണ്ട് തൻ്റെ ആരാധകരൊക്കെ തനിക്ക് വേണ്ടി പോളിംഗ് ബൂത്തിൽ എത്തുമെന്ന ഒരു പ്രതീക്ഷ. ഈ പ്രതീക്ഷകളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് തൃശ്ശൂരിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോയതെന്നാണ് സംഘപരിവാറുകാരുടെ വിലയിരുത്തൽ. അതായത് സംഘപരിവാർ കൊച്ചിയിലെ യോഗത്തിൽ പറഞ്ഞ കാര്യം ഞങ്ങൾ നിങ്ങളെ അറിയിച്ചതാണ്. കൊച്ചിയിൽ വ്യക്തമായി എടുത്ത തീരുമാനമാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ സാധ്യതയില്ല എന്നുള്ളത്. എന്നാൽ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ സാധ്യതയില്ല എന്നുള്ളത് പൊതുജനങ്ങൾക്ക് നേരത്തെ തന്നെ വ്യക്തമാണ്, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വ്യക്തമാണ്. അവിടെ കോൺഗ്രസിന്റെയും CPI-യുടെയും സ്ഥാനാർത്ഥികൾ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. അവരാണ് ഇപ്രാവശ്യം ആ തിരഞ്ഞെടുപ്പിനെ വ്യക്തമായി നേരിടുന്നുള്ളത്. അതായത് ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും തൃശ്ശൂരിൽ ആധിപത്യം ഉറപ്പിക്കുക എന്നുള്ളത് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായ ഒരു കാര്യമാണ്. എന്നാൽ സുരേഷ് ഗോപി അതിനിടയിൽ കയറി ഒരു ഗോളടിക്കാൻ ശ്രമിച്ചു. കുറെ അവകാശവാദങ്ങൾ മുന്നോട്ട് വെച്ചു. താൻ തൃശ്ശൂരിനെ അങ്ങെടുക്കാൻ വേണ്ടി പോവുകയാണ്. തൃശ്ശൂരിലെ ജനങ്ങൾ എനിക്ക് നെറ്റിപ്പട്ടം ചാർത്തി തരൂ, ഞാൻ ഗുരുവായൂർ കേശവനായി പാർലമെന്റിൽ കാണും എന്നതാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. എന്നാൽ സുരേഷ് ഗോപി തന്റെ നിലപാടിൽ ഒരു മാറ്റം വരുത്തിയിരിക്കുകയാണ്. അതായത് ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒരു വലിയ ജാടയോടുകൂടിയാണ് സുരേഷ് ഗോപി കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അത് നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. മനോരമ ഓൺലൈനിൽ നൽകിയ ഒരു അഭിമുഖം കണ്ടാൽ തന്നെ വ്യക്തമാകും സുരേഷ് ഗോപിക്ക് എത്രത്തോളം അവിടെ വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളത്. അതായത് തൃശ്ശൂരിൽ വിജയിക്കുമെന്നുള്ള വിശ്വാസം സുരേഷ് ഗോപിക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാണ്. ആ അഭിമുഖത്തിലൊക്കെ അദ്ദേഹം വളരെയധികം ശക്തിയായി പറഞ്ഞു തന്റെ വിജയം തൃശ്ശൂരുകാർ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന്. എന്നാൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ നിലപാടുകളിൽ മാറ്റം വരുന്നുണ്ട്. സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത് താൻ ഒരു അവകാശവാദത്തിനും മുന്നോട്ട് വരുന്നില്ല, അവകാശവാദം ഉന്നയിക്കാൻ താൻ മുന്നോട്ട് വരുന്നില്ല, മറിച്ച് പാർട്ടിയാണ് എന്നോട് മത്സരിക്കാൻ പറഞ്ഞത്, പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് താൻ മത്സരിക്കുകയും ചെയ്തു എന്നതാണ് സുരേഷ് ഗോപി ഇപ്പോൾ വിലയിരുത്തുന്നത്. ഒരു കാര്യം വ്യക്തമെന്ന് പറയുന്നത്, തൃശ്ശൂരിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാ തരത്തിലും ഒരു കണക്ക് കൂട്ടലുകൾ BJP നടത്തി. അതായത് BJPക്കാണല്ലോ അവിടെ സുരേഷ് ഗോപി വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയുള്ളത്. അങ്ങനെ എല്ലാ മേഖലയിലും കണക്ക് കൂട്ടി നോക്കിയപ്പോൾ സുരേഷ് ഗോപിയുടെ സ്ഥാനം മൂന്നാമത് തന്നെ എന്നുള്ളതാണ് ലഭിച്ച റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതായത് മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ സ്ഥാനം ഉള്ളത് എന്നുള്ളതാണ് BJP കണക്ക് കൂട്ടിയപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഈ കണക്ക് കൂട്ടലുകൾക്കൊക്കെ ശക്തി പകരുന്നതായിരുന്നു കൊച്ചിയിൽ ചേർന്ന സംഘപരിവാർ സംഘടനകളുടെ യോഗവും. സംഘപരിവാർ സംഘടനകളുടെ യോഗം വ്യക്തമായി പറഞ്ഞു തൃശ്ശൂരിൽ ഒരു സാധ്യതയും ഞങ്ങൾ കാണുന്നില്ല എന്നുള്ളത്. ആ വിവരങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്, ഞങ്ങളടക്കം അത് റിപ്പോർട്ട് ചെയ്തതുമാണ്. ആ റിപ്പോർട്ടുകളൊക്കെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ വലിയ വിഷമത്തിലാണ്. കാരണം വലിയ പ്രതീക്ഷയോടെ വന്നു, അവസാനം ആ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് ഒരു രക്ഷയുമില്ലാതെ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം ഇപ്പോൾ പറയുന്നു എനിക്ക് വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ല എന്ന്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.